ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കാസർഗോട്ടുകാരുടെ ചക്കമുട റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലം മുതലേ ഉള്ളൊരു റെസിപ്പിയാണ്, പുതിയതൊന്നുമല്ല. എന്നാലും പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി വലിയൊരു ചക്കയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ പച്ചരി 5 മണിക്കൂർ മുന്നേ തന്നെ നല്ലപോലെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളം വാർന്നു പോകാൻ വെക്കുക. പിന്നെ വേണ്ടത് വെല്ലമാണ്. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ ആണ് വേണ്ടത്. പിന്നെ തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ ഞാനിവിടെ 3 മുറി എടുത്തിട്ടുണ്ട്, അതായത് 1.5 തേങ്ങ. പിന്നെ 1 തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ കുറച്ച് ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടി പച്ചരി ഉണ്ടല്ലോ, വെള്ളമെല്ലാം വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ശർക്കര മെൽറ്റാക്കി ചേർത്ത് കൊടുത്താലുണ്ടല്ലോ ഇത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ചുരണ്ടി എടുക്കണം. എന്നിട്ട് ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചാൽ നല്ല പോലെ കിട്ടുമെങ്കിൽ പച്ചത്തേങ്ങ തന്നെ ചേർത്ത് കൊടുത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവല്. ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയൊന്നും തേങ്ങ ഇല്ല എങ്കിൽ 1 തേങ്ങ ചേർത്താലും മതി. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഉപ്പിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതേപോലെ ഒരു 8 ഏലക്ക. ഇത് ഇത്രയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏലക്ക അതേപോലെ ചെറിയ ജീരകം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പിന്നെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ, നല്ല പഴുത്ത ചക്ക എടുക്കണം, നല്ല മധുരമുള്ള ചക്ക എടുക്കണം. അപ്പോൾ വലിയൊരു ചക്കയുടെ പകുതി ഭാഗം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചക്ക കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ചക്കയേ ഉള്ളൂ. ഇതിനേക്കാളും ചക്ക കൂടുതൽ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് അല്പാൽപ്പം ഇട്ട് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. അതായത് ഞാനിവിടെ 4 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം അരക്കുന്ന സമയത്തും ഓരോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിപ്പോയാൽ ഇലയിൽ ഒഴിക്കുന്ന സമയത്ത് പുറത്തോട്ട് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. മഴ കൊണ്ട ചക്ക ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചക്കയിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വെള്ളം അല്പാൽപ്പം ചേർത്തിട്ട് അരച്ചെടുക്കണം. മാക്സിമം കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. മിക്സിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഗ്രൈൻഡറിലാകുമ്പോൾ ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനിയുണ്ടല്ലോ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് ചക്കയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചക്കയും അതേപോലെ തന്നെ ശർക്കരയുണ്ടല്ലോ അതും ഒരു പാനിലിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ വഴറ്റിയെടുക്കുന്നുള്ളത്. ആദ്യം ഇതൊന്ന് ലൂസായിട്ട് വരും, അതായത് ശർക്കര മെൽറ്റാവും. ചക്കയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതും നന്നായിട്ട് ഇറങ്ങി വരും. ദാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഉണ്ടല്ലോ നന്നായിട്ട് ചക്കയിൽ പൊതിയണം. ആ ഒരു പരുവത്തിൽ നമുക്കിത് കുറുക്കിയെടുക്കണം. ഏകദേശം 3 മുതൽ 4 മിനിറ്റ് വരെയാണ് ഇതിന് വേണ്ട സമയം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ചക്ക അരച്ച മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ചക്കയപ്പം കഴിക്കുന്ന സമയത്ത് ചക്കയും തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. ഇതുവരെ ഇങ്ങനെ പരീക്ഷിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ചക്കയും തേങ്ങയും ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദാ ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇല നല്ല പോലെ കഴുകി എടുക്കണം. എന്നിട്ട് ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ എന്താവും, ഇലയിൽ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദയ്യൊരു കട്ടിക്ക് അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് വേണ്ടി വന്നിട്ടുള്ളത്. ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരാൻ, ചിലപ്പോൾ തീരെ വേണ്ടാതെ ആവാം. അപ്പോൾ അതൊക്കെ നമ്മളെടുക്കുന്ന ചക്കയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമ്മളിങ്ങനെ ചെയ്ത് കാണിച്ചല്ലോ. ഇനി കയ്യിൽ വെച്ചിട്ട് പറ്റുന്നില്ല എങ്കിൽ ഒരു പ്ലേറ്റിൽ ഇല വെക്കുക. എന്നിട്ട് 2 സ്പൂണ് അതായത് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ദാ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഈ രീതിയിൽ മടക്കിയെടുക്കണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് നമ്മുടെ ചക്കമുട. ഇത് പൊതുവേ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇത് മറ്റുള്ള ജില്ലകളിലെല്ലാം ഉണ്ടാക്കി നോക്കലുണ്ട്.
അപ്പോൾ ഉണ്ടാക്കാത്ത കുറേ ആൾക്കാരുണ്ടാവാം, ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാരുണ്ടാവാം. എല്ലാവർക്കും വേണ്ടി ഈ റെസിപ്പി കണ്ടാലുണ്ടല്ലോ തീർച്ചയായിട്ടും 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ പണ്ടത്തെ അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം കൂടി ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? സ്റ്റീമർ എടുത്തിട്ട്, അതായത് അപ്പക്കലം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആവി വന്നതിന് ശേഷം മാത്രം മൂട വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഡയറക്റ്റും വെക്കലുണ്ട്, എന്നാലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അപ്പക്കലത്തിലേക്ക് ഈ അപ്പം വെച്ച് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി മധുരം ഇത്ര വേണ്ടാന്ന് തോന്നിയാൽ 3/4 കിലോ ചേർത്ത് കൊടുത്താൽ മതി. ചില ആൾക്കാർക്ക് അത്ര മധുരം കഴിക്കൽ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്കെല്ലാം പൊതുവേ മധുരമുള്ള റെസിപ്പി ഉണ്ടല്ലോ, മധുരത്തോടു കൂടി തന്നെ കഴിക്കണം. എന്നിട്ട് അപ്പെല്ലാം വെച്ച് കൊടുത്താൽ നന്നായിട്ട് മൂടി മീഡിയം തീയിൽ 45 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ട സമയം. 45 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കണം. ഓഫാക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. അത് ഏത് റെസിപ്പി ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കുറച്ച് ചൂട് ആറിയിട്ടുണ്ടാവും. ഇതാ ഇപ്പോൾ സ്റ്റീമെല്ലാം പോയി, അല്പം ചൂടുണ്ട്, തീരെ ചൂട് ആറിയിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഹൽവ പോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കമൂടയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങ, വെല്ലം ഒക്കെ നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. ഇതേ അളവിൽ ചേർത്താലുണ്ടല്ലോ നമ്മൾ ഹൽവ എല്ലാം കഴിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചക്കയെല്ലാം നമുക്ക് വർഷത്തിൽ 1 പ്രാവശ്യമൊക്കെയാണ് കിട്ടുന്നത്. ആ സമയത്ത് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് കഴിച്ചു നോക്ക്. എനിക്കിപ്പോൾ ചക്കയ്ക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചക്ക കിട്ടാനേ ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതുകൊണ്ട് ഞാൻ ഇത് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വർഷത്തിലൊരിക്കൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല പോലെ നല്ല സ്വീറ്റായിട്ട് അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റിൽ 1 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.